കേരളത്തിലെ തൊഴിലുറപ്പുകാർക്ക് ഒരു ആശങ്കയുണ്ട്, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, എല്ലാം കൂടിയുണ്ട്. അവരുടെ കുറച്ച് പേരുടെ ശമ്പളം കൂട്ടുന്നതിന് വേണ്ടി, കുറച്ചല്ല എല്ലാവരുടെയും ശമ്പളം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയൽ വളരെ സജീവമാണ്. അത് പാസ്സാകുമായിരുന്നു. ഞാൻ പാസ്സായി എന്ന് തന്നെ പറഞ്ഞതാണ്. അതിൻ്റെ ഇടയിൽ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായ ഒരു കുത്തിത്തിരിപ്പിൻ്റെ ഭാഗമായിട്ട് ആ ഫയൽ സെക്രട്ടേറിയറ്റിൽ നിൽക്കുകയാണ്. അത് പാസ്സാവാൻ സാധ്യതയുണ്ട്. ഇതിനകത്താണ് അതിനിടയിലാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ദേശീയ ഗ്രാമീണ മഹാത്മാഗാന്ധി ഇപ്പോൾ പേരില്ല, ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. കരാറിന്റെ കാലാവധി അവർ പദ്ധതി ഉള്ളത് വരെ സ്ഥിരപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവരെ സർക്കാർ സർവീസിലേക്ക് സ്ഥിരപ്പെടുത്തുമ്പോൾ സ്ഥിരപ്പെടുത്താൻ കഴിയത്തില്ല, പേ സ്കെയിലിൽ സ്ഥിരപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം അങ്ങനെ സ്ഥിരപ്പെടുത്തുന്ന പേ സ്കെയിൽ വേണം, പെൻഷന്റെ കാര്യങ്ങളുണ്ട്, പോസ്റ്റ് വേണം. അപ്പോൾ തസ്തിക സൃഷ്ടിക്കാതെ അങ്ങനെ സ്ഥിരപ്പെടുത്താൻ കഴിയത്തില്ല. പക്ഷേ സ്കീം തീരുന്നത് വരെ അവരെ പിരിച്ചുവിടില്ല എന്ന് വേണമെങ്കിൽ ഉത്തരവിറക്കാൻ പറ്റും. കാരണം അവർ പലരും 10 വർഷവും 15 വർഷം ഇത് പദ്ധതി തുടങ്ങിയപ്പോഴേ ഉള്ള ഒരുപാട് കാലം. ഇപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ, അക്കൗണ്ടന്റുമാർ ഒക്കെ എഞ്ചിനീയർമാരാണ് കുറേയെങ്കിലും ജോലി കിട്ടി മാറി മാറി പോയിട്ടുള്ളത്. ബാക്കിയല്ല ടെക്നിക്കൽ ആളുകൾ, നോൺ ടെക്നിക്കൽ ആളുകൾ, അക്കൗണ്ടന്റുമാർ, അങ്ങനെയുള്ള ക്ലർക്കുമാർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ പണ്ടേ തുടങ്ങിയപ്പോഴേ ഉള്ളവരുണ്ട്. മറ്റ് ജോലിക്കൊന്നും പോകാൻ പറ്റിയല്ല, 10-15 വർഷമായി. അപ്പോൾ അവരോട് തുടങ്ങിയ കാലത്തൊട്ടേ അവരുണ്ട്. അപ്പോൾ അവരെ കരാർ കാലാവധി വരെ അവരെ നിലനിർത്താനുള്ള ഒരു ഓർഡർ ഇറങ്ങുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇത് സംബന്ധിച്ച് 2 സംസ്ഥാനത്ത് നിന്നുള്ള പഞ്ചാബിലെയും ഹരിയാനയിലെയും ഹൈക്കോടതി ഇതിനെ സംബന്ധിച്ചൊരു ഒരു ഒരു ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. കേന്ദ്രത്തിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതിനകത്തൊരു നയം കൊണ്ടുവരാത്തത് എന്താണ്, അവരെ ജീവനക്കാരെ അനിശ്ചിതത്വത്തിലും സുരക്ഷിതമില്ലാത്ത അവസ്ഥയിലേക്കും ഉപേക്ഷിക്കരുതെന്ന് കോടതി വ്യക്തമാക്കി. പ്രധാനമായിട്ട് അവർ പറഞ്ഞ കേന്ദ്രത്തിന് നോട്ടീസ് കൊടുത്തുകൊണ്ടാണ് പറഞ്ഞത്. ദീർഘകാലമായി ജോലി ചെയ്യുന്ന കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കാൻ ജസ്റ്റിസ് സന്ദീപ് മൗദ്ഗിൽ നിർദ്ദേശിച്ചു. അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച് സത്യവാങ്മൂലം സമർപ്പിക്കാനും കേന്ദ്രത്തിനോട് അവർ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അനിശ്ചിതാവസ്ഥ അനുവദിക്കപ്പെട്ട തസ്തികകളിൽ വർഷങ്ങളായി ജോലി ചെയ്തിട്ടും സ്ഥിരപ്പെടുത്തൽ നയം ഇല്ല. സ്ഥിരപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ കരാർ ഇത് കാലാവധി തീരുന്നവരെയെങ്കിലും അവരെ കൊണ്ടുപോകാൻ അവരൊരു മാതൃക, സർക്കാർ ഒരു മാതൃക തൊഴിലുടമയായിരിക്കണം. അവർ തങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗം സർക്കാർ സംവിധാനങ്ങൾക്ക് ചെലവഴിച്ചതിന് ശേഷം മാനുഷികമായ ഒരു നയം രൂപീകരിക്കാതിരുന്നാൽ അവരുടെ ജീവിതം ഇല്ലാതാകും. അതുകൊണ്ട് അങ്ങനെയൊക്കെ രൂപീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹർജിക്കാർ കോടതി അറിയിച്ച തങ്ങൾ അക്കൗണ്ട് അസിസ്റ്റന്റ്മാരായ ഹർജിക്കാർ ആണ് ആ കോടതിയിലൊക്കെ അന്ന് പോയത്. സമാനമായ സാഹചര്യത്തിലെ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നും സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകളും ജോഗോ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഇവർ ചൂണ്ടിക്കാണി. അപ്പോൾ അങ്ങനെയും ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഫെബ്രുവരി 9 വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ട്. അതുവരെ നിലപാടറിയിക്കാൻ കേന്ദ്രത്തോടും ഹരിയാന, പഞ്ചാബ് സർക്കാരുകളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കും ഇവിടെ കേരളത്തിലും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ 40% തുക സംസ്ഥാന സർക്കാർ എടുക്കണം. പക്ഷെ 9% തുക നമുക്ക് എന്തിനു കിട്ടും? ഈ 5% മുതൽ 6% വരെ ഉണ്ടായിരുന്നത് 9% തുക അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ആയിട്ട് കിട്ടും. വലിയ എമൗണ്ട് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ശമ്പളം വർദ്ധിപ്പിച്ചാലൊന്നും പ്രശ്നമില്ല. അതോടൊപ്പം തന്നെ 10 മുതൽ 15 വർഷം ആയവരെ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞവരെ ഇത് തീരുന്നവരെ, സ്കീം തീരുന്നത് വരെ, പിന്നെ സ്ഥിരപ്പെടുത്തലിന്റെ പ്രശ്നം രണ്ടാമതിലേ വരുന്നുള്ളൂ. കാര്യം സ്കീം തീരുന്നത് വരെ അവരെ പിരിച്ചുവിടാതെ അങ്ങനെ ഒരു ഉത്തരവ് സർക്കാരിന് കൊടുക്കുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ഒരു ആശങ്ക തൊഴിലാളികളുടെ ഭാഗത്ത് വന്നിട്ടുള്ള അങ്ങനെ ഒരു ഡിമാൻഡ് തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് 10-20 വർഷം എക്സ്പീരിയൻസ് ഉള്ള തൊഴിലുറപ്പ് ജീവനക്കാരെ അവർക്ക് സ്ഥിരപ്പെടുത്താൻ അർഹതയുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ സ്ഥിരപ്പെടുത്തൽ എങ്ങനെയെന്നൊരു പ്രശ്നമുണ്ട്, സാങ്കേതികത്വം നമ്മൾ അറിയാണ്ടൊരു കാര്യം പറയാൻ പാടില്ല. അതുകൊണ്ട് പോസ്റ്റും തസ്തികയും പേ സ്കെയിലും ഉണ്ടെങ്കിൽ സ്ഥിരപ്പെടുത്താൻ കഴിയുള്ളൂ. പക്ഷേ സർവീസ് കാലയളവ് കഴിയുന്നത് വരെ, അതായത് സ്കീമിൻ്റെ കാലയളവ്, എത്ര കാലം തൊഴിലുറപ്പുണ്ടോ അത്രയും കാലം വരെ ഇപ്പോൾ നിലവിലുള്ളവർക്ക് ജോലി കൊടുക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് അവരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഉയർന്നു വന്ന വിഷയം ഞാൻ പറഞ്ഞ അവരുടെ യൂണിയൻകാരുടെയും അവരുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ ഡിമാൻഡ് ഉയർന്നു വന്നിട്ടുണ്ട്. ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ ഇത് സംബന്ധമായൊരു കേസ് കിടക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് അക്കൗണ്ടന്റുമാർ കൊടുത്തൊരു അസിസ്റ്റന്റ്മാർ ഒരു കേസ് കിടപ്പുണ്ട്. ഇതാണ് ഈ സാഹചര്യം. അപ്പോൾ സർക്കാർ അതിന് അനുകൂലമായ തീരുമാനമെടുക്കുക. കാര്യം ഇത്രയും വർഷമായവരെ അതിൽ കേപ്പബിളായിട്ടുള്ള ആളുകളെ തുടരാൻ അനുവദിക്കും എന്ന് തന്നെയായിരിക്കും നമുക്ക് കരുതുവാൻ സാധ്യതയുള്ളത്.